വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്. അതിലെ ചാപ്റ്റർ 4 സ്പെൻഡ് കെയർഫുള്ളി എന്ന ചാപ്റ്ററുടെ പാർട്ട് 2. എക്കണോമിക് സെക്യൂരിറ്റി. Expenses exceeding income will lead to economic crisis in the family. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുണ്ടാകുന്നത് കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കും. When expenses are less than income, there will be surplus. എന്നാൽ ചെലവ് വരുമാനത്തേക്കാൾ കുറവാകുമ്പോൾ മിച്ചമുണ്ടാകുന്നു. This surplus is the saving of a family. മിച്ചം വയ്ക്കുന്ന തുക കുടുംബത്തിൻ്റെ സമ്പാദ്യമാണ്. Saving plays a vital role in economic security. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ സമ്പാദ്യം സുപ്രധാന പങ്ക് വഹിക്കുന്നു. Economic security means maintaining high standard of living and the ability to meet expenses likely to incur in future. സാമ്പത്തിക സുരക്ഷിതത്വം എന്നത് മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിലുണ്ടാകുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ്. We can attain economic security through better management of family income. കുടുംബ വരുമാനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക വഴി സാമ്പത്തിക സുരക്ഷിതത്വം നേടാം. The following 3 states can be observed on examining the income and expenses of families. കുടുംബങ്ങളുടെ വരുമാനവും ചെലവും നോക്കിയാൽ താഴെ പറയുന്ന 3 അവസ്ഥ കാണാവുന്നതാണ്. Expenses and income are equal. വരുമാനവും ചെലവും തുല്യം. ഇൻകം മോർ ദാൻ എക്സ്പെൻസസ്. വരുമാനം കൂടുതൽ ചെലവ് കുറവ്. ഇൻകം ലെസ് ദാൻ എക്സ്പെൻസസ്. വരുമാനം കുറവ് ചെലവ് കൂടുതൽ. ഇൻ വിച്ച് കോണ്ടെക്സ്റ്റ് ക്യാൻ വി ഹാവ് സർപ്ലസ്? വരുമാനം മിച്ചം വയ്ക്കാൻ കഴിയുന്നത് ഇതിൽ ഏതവസ്ഥയിലാണ്? ഇൻകം മോർ ദാൻ എക്സ്പെൻസസ്. വരുമാനം കൂടുതൽ ചെലവ് കുറവ് അല്ലേ? ആ ഒരു അവസ്ഥയിലാണ് വരുമാനം മിച്ചം വയ്ക്കാൻ കഴിയുന്നത്. വിച്ച് കോണ്ടെക്സ്റ്റ് എൻഷ്യൂർസ് എക്കണോമിക് സെക്യൂരിറ്റി? സാമ്പത്തിക സുരക്ഷിതത്വം സാധ്യമാക്കുവാൻ സഹായിക്കുന്ന അവസ്ഥ ഏതാണ്? ഇൻകം മോർ ദാൻ എക്സ്പെൻസസ്. വരുമാനം കൂടുതലും ചെലവ് കുറവ് എന്ന അവസ്ഥയിലാണ് സാമ്പത്തിക സുരക്ഷിതത്വം സാധ്യമാക്കുന്നത്. Is it desirable to control expenses for ensuring economic security? അമിതമായ ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ഗുണകരമാണോ? അതെ അല്ലേ? യെസ്. Habit of thrift. Nowadays, several products are available in the market. ഇന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാണ്. There are advertisements persuading people to buy these products. ഇവ ഓരോന്നും വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ ധാരാളമുണ്ട്. Influenced by advertisements, we purchase excessively and this leads to increased expense. പരസ്യങ്ങളുടെ പ്രേരണയാൽ അമിതമായി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ചെലവ് വർദ്ധിപ്പിക്കും. മാത്രമല്ല, നാം അറിയാതെ വീണ്ടും അവ വാങ്ങുവാനും ഉപയോഗിക്കുവാനുമുള്ള പ്രേരണ ഉണ്ടാവുകയും ചെയ്യും. ഗാന്ധിജി പറഞ്ഞത് ശ്രദ്ധിക്കൂ. The world has enough for everyone's need, but not enough for everyone's greed.
നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഗാന്ധിജി. We should have the sense to buy good quality essential products without falling into the temptation of advertisements. പരസ്യങ്ങളുടെ പ്രലോഭനങ്ങളിൽ വീഴാതെ വിവേകപൂർവം ഗുണമേന്മയുള്ള ആവശ്യ വസ്തുക്കൾ വാങ്ങുവാൻ നമുക്ക് കഴിയണം. Thrift is the habit of spending our income effectively to meet our desired requirements. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം അഥവാ thrift. Thrift should be a part of our lifestyle. മിതവ്യയശീലം ജീവിത രീതിയുടെ ഭാഗമാകേണ്ടതുണ്ട്. Thrift helps to ensure economic security. സാമ്പത്തിക സുരക്ഷിതത്വത്തിന് മിതവ്യയശീലം സഹായിക്കും. Simple lifestyle is essential for thrift. ലളിത ജീവിതം മിതവ്യയശീലത്തിന് അനിവാര്യമാണ്. All members of a family should practice thrift. മിതവ്യയം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ശീലമാക്കേണ്ടതാണ്. As a student, what can you do to ensure thrift? കുട്ടികൾ എന്ന നിലയിൽ മിതവ്യയത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? Avoid luxury goods. ആഡംബര വസ്തുക്കൾ ഉപേക്ഷിക്കാം. Produce food grains, vegetables and fruits that can be cultivated at home. ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. Avoid the temptation of advertisements. പരസ്യങ്ങളിൽ മയങ്ങിയുള്ള അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാം. You may find and add more to the list. കൂടുതൽ കണ്ടെത്തി കൂട്ടുകാർ എഴുതി ചേർക്കുമല്ലോ. Family income and expenditure. See the income and expenditure of a family for a month. ഒരു കുടുംബത്തിൻ്റെ ഒരു മാസത്തെ വരവ് ചെലവ് കണക്ക് ശ്രദ്ധിക്കൂ. ഇൻകം റുപ്പീസ്, വരവ് രൂപ. എക്സ്പെൻഡിച്ചർ ഇൻ റുപ്പീസ്, ചെലവ് രൂപ. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഇനം തുക. അപ്പോൾ ആദ്യം ഇൻകം നോക്കൂ, വരവ് എങ്ങനെയാണെന്ന് നോക്കൂ. സാലറി ശമ്പളം 20,000 20,000. ഇൻകം ഫ്രം പ്രോപ്പർട്ടീസ് വസ്തുവകകളിൽ നിന്നുള്ള വരുമാനം 1000 1000. ടോട്ടൽ അപ്പോൾ ആകെ തുക എത്രയാണ്? 21,000 21,000. എക്സ്പെൻഡിച്ചർ നോക്കൂ, ചെലവ് റൈസ് ആൻഡ് ഗ്രോസറി അരി പലചരക്ക് 4,000 4,000 രൂപ. വെജിറ്റബിൾസ് പച്ചക്കറി 2,000 2,000. മിൽക്ക് ഫിഷ് പാൽ മത്സ്യം 3,000 3,000. ടെലിഫോൺ ന്യൂസ് പേപ്പർ ഫോൺ പത്രം 1,000 1000. ഇലക്ട്രിസിറ്റി ചാർജ് കറണ്ട് ചാർജ് 900 900. ക്ലോത്ത്സ് വസ്ത്രം 1,000 1000. എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം 500 500. മെഡിക്കൽ എക്സ്പെൻസസ് ചികിത്സ 2,000 2000. ട്രാവൽ യാത്ര 3,000 3000. ലോൺ റീപേയ്മെൻറ്റ് വായ്പ തിരിച്ചടവ് 3,000 3000. ഇൻഷുറൻസ് 2,000 2000. അതർ എക്സ്പെൻസസ് മറ്റ് ചിലവുകൾ 1,000 1000. അപ്പോൾ ടോട്ടൽ എത്രയായി? 23,400 23,400.
400. What can you infer from the analysis of the given data on the income and expenditure of this family? Make use of the following indicators. താഴെ നൽകിയിട്ടുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് ഈ കുടുംബത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ വിശകലനം ചെയ്താൽ എന്തൊക്കെ കണ്ടെത്താം? ടോട്ടൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി, കുടുംബത്തിന്റെ ആകെ വരവും ആകെ ചെലവും. മെഷേഴ്സ് ദാറ്റ് ക്യാൻ ബി ടേക്കൻ ബൈ ദ ഫാമിലി ടു എൻഷുർ എക്കണോമിക് സെക്യൂരിറ്റി, സാമ്പത്തിക സുരക്ഷിതത്വത്തിനായി ഈ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഫാമിലീസ് മേ നോട്ട് ഓൾവേസ് കീപ് റെക്കോർഡ്സ് ഓൺ ദെയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇങ്ങനെ വരവ് ചെലവുകൾ പലപ്പോഴും കുടുംബങ്ങൾ എഴുതി സൂക്ഷിക്കാറില്ല. ബട്ട് ദേ ക്യാൻ എൻഷുർ ബെറ്റർ ലൈഫ് ഇഫ് ദേ ആൻറ്റിസിപ്പേറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. എന്നാൽ കുടുംബത്തിൻ്റെ വരുമാനവും പ്രതീക്ഷിക്കുന്ന ചെലവുകളും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജീവിതത്തിന് സഹായകരമാകും. കീപ്പിംഗ് റെക്കോർഡ്സ് ഓൺ ദ എസ്റ്റിമേറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് എ ഫാമിലി ക്യാൻ ബി കോൾഡ് എ ഫാമിലി ബഡ്ജറ്റ്. ഇങ്ങനെ മുൻകൂട്ടി വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുവാൻ കഴിഞ്ഞാൽ അതിനെ കുടുംബ ബഡ്ജറ്റ് അഥവാ ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയാം. Let us examine the benefits of preparing a family budget. കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്ന് നോക്കാം. കോഓർഡിനേറ്റ് എക്സ്പെൻസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻകം, വരവിനനുസരിച്ച് ചെലവ് ക്രമപ്പെടുത്താൻ സഹായിക്കുന്നു. റിക്വയർമെന്റ്സ് ക്യാൻ ബി പ്രയോറിറ്റൈസ്ഡ് ആൻഡ് മെറ്റ് വിത്ത് അക്കോർഡിംഗ്ലി, മുൻഗണന നിശ്ചയിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. ദ നീഡ് ഫോർ ത്രിഫ്റ്റ് ആൻഡ് സേവിംഗ് ക്യാൻ ബി റിയലൈസ്ഡ്, സമ്പാദ്യശീലം, മിതവ്യയശീലം എന്നിവയുടെ ആവശ്യകത തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഓൾ ഫാമിലീസ് ആർ നോട്ട് ദ സെയിം. എല്ലാ കുടുംബങ്ങളുടെയും വരവ് ചെലവുകൾ ഒരുപോലെയല്ല. ഫാമിലി ബഡ്ജറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ വേരിയേഷൻ in income and expenses of each family. കുടുംബ ബഡ്ജറ്റുകൾ വ്യത്യസ്തമാകുന്നതിൻ്റെ അടിസ്ഥാനം കുടുംബങ്ങളുടെ വരുമാനത്തിലും ചെലവിലും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ്. Around us, we see families with high and low income. നമുക്ക് ചുറ്റും കാണുന്നവരിൽ വരുമാനം കൂടുതലുള്ളവരും കുറച്ചുള്ളവരുമുണ്ട്. This leads to economic disparity among families. ഇത് കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരത്തിന് വഴിതെളിക്കുന്നു. The central and state governments have been implementing various programs for minimizing this economic disparity. കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരം കുറയ്ക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നു. ആക്ടിവിറ്റി ബഡ്ജറ്റ്. ജസ്റ്റ് ലൈക്ക് ഫാമിലി ബഡ്ജറ്റ്, ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അറൗണ്ട് us to have budgets. കുടുംബ ബഡ്ജറ്റ് എന്നതുപോലെ നമുക്ക് ചുറ്റുമുള്ള സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ബഡ്ജറ്റ് ഉണ്ടാകാം. Likewise, activity budgets can also be prepared. അതുപോലെ ചിലപ്പോൾ പ്രവർത്തന ബഡ്ജറ്റുകളും തയ്യാറാക്കാറുണ്ട്. A budget prepared for a particular activity or a program is called activity budget. ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കാണ് പ്രവർത്തന ബഡ്ജറ്റ് അഥവാ ആക്ടിവിറ്റി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. A budget prepared for your study tour is an example of an activity budget. പഠനയാത്രയ്ക്കായി തയ്യാറാക്കുന്ന ബഡ്ജറ്റ് പ്രവർത്തന ബഡ്ജറ്റിന് ഉദാഹരണമാണ്. Using the format given below,
Prepare a budget for a one-day study tour organized by the Social Science Club. ചുവടെ കൊടുത്തിരിക്കുന്ന മാതൃക ഉപയോഗപ്പെടുത്തി സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഏകദിന പഠനയാത്രയുടെ ബഡ്ജറ്റ് തയ്യാറാക്കി നോക്കൂ. ആക്ടിവിറ്റി ബഡ്ജറ്റ് സ്റ്റഡി ടൂർ. ഇൻകം ഇൻ റുപ്പീസ്, എക്സ്പെൻഡിച്ചർ ഇൻ റുപ്പീസ്. വരവ് രൂപ, ചെലവ് രൂപ. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഇനം തുക. ഇൻകത്തിൻ്റെ പെർട്ടിക്കുലേഴ്സ് ഏതൊക്കെയാണ്? ചിൽഡ്രൻസ് കോൺട്രിബ്യൂഷൻ, കുട്ടികളുടെ സംഭാവന 25,000 25,000. കോൺട്രിബ്യൂഷൻ ഓഫ് PTA, PTA-യുടെ സംഭാവന 2,000 2000. ഗവൺമെൻറ് ഗ്രാൻഡ്, സർക്കാർ ഗ്രാൻഡ് 1,000 1000. അസിസ്റ്റൻസ് ഫ്രം ലോക്കൽ ഗവൺമെൻറ്റ്സ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായം 1,000 1000. ടോട്ടൽ 29,000. അപ്പോൾ ആകെ 29,000. എക്സ്പെൻഡിച്ചറിൻ്റെ പെർട്ടിക്കുലേഴ്സ് ഏതൊക്കെയാണ്? വെഹിക്കിൾ റെൻറ്റ്, വാഹനത്തിൻ്റെ വാടക 13,000 13,000. എക്സ്പെൻസ് ഓഫ് ഫുഡ്, ഭക്ഷണ ചെലവ് 7,000 7,000. കോസ്റ്റ് ഓഫ് വേരിയസ് അഡ്മിഷൻ ടിക്കറ്റ്സ്, വിവിധ പ്രവേശന ടിക്കറ്റുകൾക്കുള്ള ചെലവ് 5,000 5,000. അതർ എക്സ്പെൻസസ്, മറ്റ് ചിലവുകൾ 3,000 3,000. ടോട്ടൽ 28,000. ആകെ 28,000. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് such as പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻസ് ഹാവ് ബഡ്ജറ്റ്സ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയ്ക്കെല്ലാം ബജറ്റുണ്ട്. There are budgets for the central and state governments. ഇന്ത്യയിൽ കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും നിലവിലുണ്ട്. The central and state governments present the expected expenditure in the budget by calculating the anticipatory expenses and identifying sources of revenue to meet with. കുടുംബ ബജറ്റിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെലവുകൾ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്ന വരുമാനം കണ്ടെത്തി ബഡ്ജറ്റിലൂടെ അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. In India, financial year is the period from 1st April to 31st March. വാർഷിക ബജറ്റുകളാണ് സാധാരണ നിലയിൽ സർക്കാർ അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം അഥവാ ഫിനാൻഷ്യൽ ഇയർ ആയി കണക്കാക്കപ്പെടുന്നത്. The central and state governments prepare annual budgets for every financial year. ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ളതാണ് കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും. Summary. Employment is a source of income for families. കുടുംബങ്ങളുടെ ഒരു വരുമാന സ്രോതസ്സാണ് തൊഴിൽ. Sources of income are diverse. വരുമാന സ്രോതസ്സുകൾക്ക് വൈവിധ്യമുണ്ട്. Requirements of families are met with income. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരുമാനം കൊണ്ടാണ്. Controlling expenses helps economic security. ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് സഹായകരമാണ്. Thrift is advisable for economic security. മിതവ്യയശീലം സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ഗുണകരമാണ്. Income and expenditure of all families are not alike. എല്ലാ കുടുംബങ്ങളുടെയും വരവ് ചെലവുകൾ ഒരേപോലെയല്ല. There exists economic disparity among families. കുടുംബങ്ങൾ തമ്മിൽ
സാമ്പത്തിക അന്തരം നിലനിൽക്കുന്നു. യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് പ്രസന്റ് ബഡ്ജറ്റ്സ്. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റു സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവ ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട്.